ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ നല്ലൊരു കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് നമുക്ക് വളരെ എളുപ്പത്തിലും വെറും 3 ചേരുവ മാത്രം വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ സ്റ്റീലിൻ്റെ ഗ്ലാസ്സിൽ ഉണ്ടാക്കാം, സ്റ്റീലിൻ്റെ ബൗളിൽ ഉണ്ടാക്കാം, നിങ്ങളുടെ കയ്യിൽ ഏത് പാത്രത്തിൽ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് മിക്സിയോ ഓവനോ ബീറ്ററോ ഒന്നും ആവശ്യമില്ല. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ ഒത്തിരി ഇഷ്ടമാവും. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്നുള്ളത്. ഇത് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ബോർബോൺ ബിസ്ക്കറ്റാണ് എടുത്തിട്ടുള്ളത്. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് ഓറിയോ വേണമെങ്കിൽ എടുക്കാം. വേറെ ബിസ്ക്കറ്റ് വെച്ച് ചെയ്താൽ അത്ര ടേസ്റ്റ് ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. ഞാൻ ബോർബോൺ ഓറിയോ വെച്ചിട്ടാണ് ചെയ്ത് നോക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് 24 ബിസ്ക്കറ്റാണ് വേണ്ടത്. ഏകദേശം ഒരു 120 ഗ്രാമിൻ്റെ 2 പാക്കറ്റ് ബിസ്ക്കറ്റ് വേണം. അപ്പോൾ ഓറിയോ ആണെങ്കിലും 24 ബിസ്ക്കറ്റ് എടുക്കുക. അപ്പോൾ അത് ഞാനിത് ചെറിയ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ 2 ബാച്ചായിട്ട് പൊടിച്ചെടുത്താൽ മതി. ഒട്ടും തന്നെ തരിയില്ലാതെ നല്ലപോലെ പൊടിച്ചെടുക്കണം. അപ്പോൾ അതേ ഞാനിത് പൊടിച്ച് ഒരു ബൗളിനകത്തോട്ട് ചേർക്കുന്നുണ്ട്. ഇതിൽ നമ്മൾ എക്സ്ട്രാ പഞ്ചസാരയൊന്നും ചേർക്കുന്നില്ല, കാരണം ക്രീമും അതുപോലെ തന്നെ ആ ഷുഗർ ക്രിസ്റ്റൽസൊക്കെ ഉള്ളതുകൊണ്ട് മധുരം അത്യാവശ്യം ഉണ്ടാവും. പിന്നെ നിങ്ങൾക്ക് കുറച്ച് നല്ലോണം മധുരം വേണമെങ്കിൽ മാത്രം ഒരു 2 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഞാനിത് ഉണ്ടാക്കുന്നത് ഇതുപോലെ ഒരു സ്റ്റീലിൻ്റെ ഗ്ലാസ്സിലാണ്. നിങ്ങളുടെ കയ്യിൽ കുഞ്ഞ് ബൗളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാം, നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ. അല്ലെങ്കിൽ വലിയ സ്റ്റീലിൻ്റെ ബൗൾ വേണമെങ്കിൽ അതിലും ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതേപോലെ ഒന്ന് ബ്രഷ് ചെയ്തെടുക്കാം. നമുക്കിത് ഇളക്കിയെടുക്കാനൊക്കെ നല്ല സുഖമാണ്, ഒരു ബുദ്ധിമുട്ടും ഇല്ല. അതുപോലെ തന്നെ ബട്ടർ പേപ്പറൊന്നും നമുക്ക് ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ഗ്ലാസ്സിലേക്ക് എണ്ണ തടവി വെച്ചിട്ടുണ്ട്. ഇനി ഇതേ നമ്മൾ ഇതിനകത്തോട്ട് ഒരു 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർക്കുന്നുണ്ട്. ബേക്കിംഗ് പൗഡർ നിർബന്ധമാണ്, എന്നാലേ നമുക്ക് നന്നായിട്ടത് നല്ല പൊങ്ങി വരുള്ളൂ. അപ്പം നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ നമ്മൾ കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് എവിടെയും വെള്ളത്തിൻ്റെ നനവോ ഒന്നും ഉണ്ടാവാതെ ശ്രദ്ധിക്കുക, എന്നാലേ നമുക്ക് കേക്ക് നന്നായി കിട്ടുള്ളൂ. ഇനി ഇതിനകത്തോട്ട് നമുക്ക് 1/2 കപ്പ് പാലാണ് വേണ്ടത്. 1/2 കപ്പ് എന്ന് പറയുമ്പോൾ 125 ml ആണ് ഉണ്ടാവുക. അപ്പോൾ നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. എന്നിട്ട് ബാക്കി പാലും കൂടി ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഈ പാല് മൊത്തം വേണ്ടി വരും ഇതെന്തായാലും ചെയ്യാനായിട്ട്. അപ്പോൾ ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. നിങ്ങളുടെ കയ്യിൽ ഇത് സ്പാച്ചുല ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, സ്പൂൺ വെച്ചിട്ട് ചെയ്താലും മതി. നന്നായിട്ട് കട്ട ഉടച്ചെടുക്കാൻ നോക്കുക. അതിനുശേഷം നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഗ്ലാസ്സിനകത്തോട്ട് ഇത് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ കേക്കിൻ്റെ പണി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ കേക്ക് ഉണ്ടാക്കാൻ പോണ പാത്രം പ്രീഹീറ്റ് ചെയ്ത് വെക്കണം. അത് മറന്ന് പോയിട്ട് നന്നായിട്ട് അടച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. അപ്പോൾ അതേ ഞാനിത് 2 ഗ്ലാസ്സിലാണ് ഒഴിച്ചിട്ടുള്ളത്. അത് ഗ്ലാസിൻ്റെ ഒരു പകുതി അല്ലെങ്കിൽ 1/4 ഭാഗം ഒഴിക്കാവുള്ളൂ, അതിൽ കൂടുതൽ ഒഴിക്കരുത്. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ പോകാനായിട്ടാണ്. ഞാനപ്പോൾ ഇതുപോലൊരു കടായിക്കകത്താണ് ചെയ്യുന്നത്. അപ്പോൾ ഓൾറെഡി ഞാൻ നേരത്തെ പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് ചൂടായിട്ടിരിക്കുകയാണ്. ഇതിനകത്തോട്ട് നമുക്ക് ഇതുപോലെ അടിയിലൊരു റിങ് ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിൽ ഞാനൊരു അടപ്പ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലാണ് ഞാനിപ്പോൾ ഗ്ലാസ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. എനിക്ക് ഏകദേശം ഒരു 35 മിനിറ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നിങ്ങൾ എടുക്കുന്ന പാത്രത്തിനനുസരിച്ച് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരാം. എന്തായാലും ഒരു 30 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്ന് തുറന്ന് നോക്കിയാൽ മതി റെഡി ആയിട്ടുണ്ടോ എന്നുള്ളത്. അപ്പോൾ അതേ ഒരു 35 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും നന്നായിട്ട് സെറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരു ഫോർക്കോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് കുത്തി നോക്കുകയാണെങ്കിൽ ഉള്ളിൽ വെന്തിട്ടുണ്ടോ എന്ന് മനസ്സിലാവും. അപ്പോൾ നന്നായിട്ട് ചൂടാറിയതിന് ശേഷം നമുക്കിതേ ഇത് ഗ്ലാസ്സിൽ നിന്ന് എടുത്ത് മാറ്റാം. ജസ്റ്റ് ഇതേപോലെ ഒന്ന് തട്ടി കൊടുത്താൽ തന്നെ അത് ഇറങ്ങി വരും. അല്ലാതെ നമുക്ക് കത്തിയെടുത്ത് ഇളക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്കിതിനെ ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. ഇത് നമ്മൾ വൈകുന്നേരം ചായയൊക്കെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഇഷ്ടമാവും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ കുറച്ച് ദിവസം മുമ്പ് ബിസ്ക്കറ്റ് വെച്ചിട്ട് തന്നെ ഒരു അടിപൊളി ബർത്ത്ഡേ കേക്കിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. കുറേ പേര് ട്രൈ ചെയ്തിട്ട് എനിക്ക് ഫോട്ടോസ് അയച്ച് തന്നിട്ടുണ്ട്. ഒത്തിരി സന്തോഷമുണ്ട് എല്ലാവർക്കും അത് ഇഷ്ടമായി എന്നുള്ളത്. കുറേ പേര് ബർത്ത്ഡേക്കും ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഇതും എല്ലാവരും ട്രൈ ചെയ്യുക. കാരണം നല്ലൊരു ചോക്ലേറ്റ് കേക്ക് കഴിക്കുന്ന ആ ഒരു സെയിം ഫീൽ തന്നെയാണ് നമുക്ക് കിട്ടുക. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും നല്ല പഞ്ഞ് മാതിരി ആയിരിക്കണം. നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബെല്ല് കാണും, അത് ക്ലിക്ക് ചെയ്തിട്ട് ഓളും കൂടി ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ ഇതേപോലെ തന്നെ മറ്റൊരു കിടിലൻ വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് നാളെ 3 മണിക്ക് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.